ഭാരതത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 1930കളിൽ ഹൈദരാബാദിൽ ഹിന്ദു സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും നിർബന്ധിത മതപരിവർത്തനത്തിനിരയാവുകയും അമിതമായ നികുതി ചുമത്തപ്പെടുകയും ഹിന്ദുക്കൾ വലിയ സാമൂഹിക വിവേചനം നേരിടുകയും ചെയ്തിരുന്ന കാലത്തായിരുന്നു ഈ സംഭവം. ഈ നിർണായക സമയത്ത് ഹൈദരാബാദ് നിസാമിനെതിരെ ആര്യസമാജം ശബ്ദമുയർത്തി. ഈ പ്രസ്ഥാനം ഒരു യുവാവിന്റെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിച്ചു. അദ്ദേഹമായിരുന്നു മദൻ സിംഗ് മത്വാലെ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയെങ്കിലും ഹൈദരാബാദ് നിസാം ഉമർ ഉസ്മാൻ അലി ഖാൻ ഇന്ത്യയിൽ ലയിക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹം റസാക്കർമാരെ ഉപയോഗിച്ച് അന്തരീക്ഷം കൂടുതൽ വഷളാക്കി. ഇത്തരം ദുഷ്കരമായ സാഹചര്യത്തിൽ നിശബ്ദനായിരിക്കില്ലെന്ന് മദൻ സിംഗ് പ്രതിജ്ഞയെടുത്തു. ഭയത്തെ തകർക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 1ാം വാർഷികത്തിന് തൊട്ടു തലേന്ന് 1948 ഓഗസ്റ്റ് 14 രാത്രിയിൽ മദൻ സിംഗ് തന്റെ വീടിന് മുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. ഇത് നൈസാമിന്റെ അധികാരത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. അന്ന് തന്നെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ജയിലിൽ വെച്ച് അതിക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും അദ്ദേഹം ഇരയായി. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഈ ബലിദാനം ഹൈദരാബാദിനെ ആകെ പിടിച്ചുലയ്ക്കുകയും ജനങ്ങളുടെ ഉള്ളിലെ ഭയം ഇല്ലാതാക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിനായുള്ള മുറവിളി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ശക്തമായി. ഈ വാർത്ത ഡൽഹിയിലെത്തിയപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് വ്യക്തമാക്കി. ഹൈദരാബാദ് വിമോചനത്തിനായി ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ സൈനിക നടപടി ആരംഭിച്ചു. 1948 സെപ്റ്റംബർ 17 നൈസാം ഭരണം തകർന്നു വീണു. 1925 മാർച്ച് 11 ജനിച്ച മദൻ സിംഗ് മത്വാലയുടെ ജീവിതം ചെറുതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധീരത അനശ്വരമാണ്. രാജ്യത്തിനും സത്യത്തിനും വേണ്ടി നടത്തുന്ന ത്യാഗങ്ങൾ ഒരിക്കലും വെറുതെയാകില്ലെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു.